എല്ലാവർക്കും ടെക് ഗെയിമർക്കിലെ സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് അണ്ടർ 30Kയിലെ ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ആണ് പറയുന്നത്. രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ്. ഒന്ന് ഐക്യു നിയോ 10R പിന്നെ റിയൽമി P3 അൾട്ര. നമ്മൾ കമ്പാരിസൺ തന്നെയാണ് നമുക്ക്. ഇപ്പോൾ റിയൽമി P3 അൾട്ര മാർച്ച് 19 ഇന്ന് ലോഞ്ച് ആവും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലോഞ്ച് ആവുന്നത്. സോ ബാക്കി രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ഐക്യു നിയോ 10R ആണെങ്കിൽ ഐക്യുവിന്റെ ടിപ്പിക്കൽ ഡിസൈൻ ഒക്കെയാണ്. ഒരു ഗെയിമറി ഫീൽ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതേസമയം റിയൽമി P3 അൾട്ര ഇച്ചിരി അണ്ടർ സ്റ്റേറ്റഡ് ലുക്കാണ്. ഒരു ഗെയിമിംഗ് ഫോണാണെന്ന് പെട്ടെന്ന് പറയത്തില്ല. സോ അതൊരു അണ്ടർ സ്റ്റേറ്റഡ് ലുക്ക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഐക്യു നിയോ 10R ആണെങ്കിൽ 8mm ആണ് തിക്നെസ് വരുന്നത്. 196 gram ആണ് വെയിറ്റ് വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ നമുക്ക് IP65 റേറ്റിംഗ് ആണ്. അതേസമയം P3 അൾട്ര ആണെങ്കിൽ നമുക്ക് 7.38mm ആണ് തിക്നെസ് വരുന്നത്. വളരെ തിന്നായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. അതും ലൈറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. 183 gram മാത്രമേ നമുക്ക് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. പ്ലാസ്റ്റിക് ബാക്ക് അല്ലെങ്കിൽ വീഗൻ ലെതർ ബാക്ക്, അങ്ങനെ രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം, പിന്നെ IP69 റേറ്റിംഗും കൂടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ റിയൽമി P3 അൾട്ര തന്നെയായിരിക്കും. പിന്നെ ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ് ഡിസൈനിന്റെ കാര്യത്തിൽ. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10R ഇച്ചിരി ബെറ്റർ ആണ്. നമുക്ക് റിയൽമി P3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6.78 ഇഞ്ചിന്റെ ഒരു 1.5K 10-bit 144 ഹെർട്സ് HDR10+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഷോർട്ട് സെൻസേഷന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതേസമയം നമുക്ക് P3 അൾട്രയിലാണെങ്കിൽ നമുക്ക് 6.7 ഇഞ്ചിന്റെ ഒരു 1.5K 10-bit ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. പിന്നെ നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസും സെയിം തന്നെയാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിലും ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇച്ചിരി ബെറ്റർ ഐക്യു നിയോ 10R ആയിരിക്കും. കാരണം 145 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഹയർ ബ്രൈറ്റ്നസും വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഐക്യു നിയോ 10R ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. 4nm പ്രോസസർ ആണ്. ഇതിന്റെ സ്പെക്ക് ആണ് കൊടുത്തിട്ടുണ്ട്. LPDDR5X RAM ആണ് വരുന്നത്. പക്ഷേ സ്റ്റോറേജ് വ്യത്യാസമുണ്ട്. നമുക്ക് 228GB വേരിയന്റിന് UFS 3.1 256GB വേരിയന്റിന് UFS 4.1 ആണ് വരുന്നത്. അതേസമയം റിയൽമി P3 അൾട്രയിലാണെങ്കിൽ MediaTek Dimensity 8350 ആണ്. 4nm തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ സ്പെക്ക് ഇവിടെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ LPDDR5X RAM എല്ലാ വേരിയൻസിലും UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. സ്റ്റോറേജിന്റെയും റാമിന്റെ കാര്യത്തിലും ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഐക്യു നിയോ 10R തന്നെയാണ്. കാരണം 256GB വേരിയന്റിൽ നമുക്ക് UFS 4.1 സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫാസ്റ്റർ സ്റ്റോറേജ് ആണ് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ആന്റിറ്റി വേർഷൻ 10 സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഐക്യു നിയോ 10R 15,35,266 ആണ്. CPU 4,26,462 GPU 5,30,680 ആണ്. നമുക്ക് റിയൽമിയിലാണെങ്കിൽ 13,77,314 ടോട്ടല്. CPU 2,87,779, GPU 5,43,202. CPU ബെറ്റർ നമുക്ക് 8S Gen 3 ആണ് വരുന്നത്. അതേസമയം GPU സ്ലൈറ്റ്ലി ബെറ്റർ 8350 ആണ്. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. എന്നാൽ സ്ലൈറ്റ്ലി ബെറ്റർ 8350 ആണ്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് 8S Gen 3 തന്നെയാണ്. കാരണം വെരി പവർഫുൾ CPU വരുന്നുണ്ട്. നമുക്ക് ഡൈമെൻസിറ്റി 8350യുടെ അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള GPU വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഓഷന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഐക്യു നിയോ 10R പണ്ടത്തെ ചോയ്സ് 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. അതേസമയം റിയൽമി ആണെങ്കിൽ റിയൽമി P3 അൾട്രയിലാണെങ്കിൽ റിയൽമി UI 6.0 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ്. കമ്പനി പറഞ്ഞിട്ടില്ല എത്ര വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുമെന്ന്, കാരണം ലോഞ്ച് ആയിട്ടില്ല. പക്ഷെ നമ്മളൊരു എസ്റ്റിമേഷൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം 2 ഇയർ ആൻഡ്രോയിഡും 3 ഇയർ അപ്ഡേറ്റ്സ് എന്തായാലും കിട്ടും. മേളിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഐക്യു നിയോ 10R ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ വരുന്നത്. പ്രൈമറി നമുക്കൊരു 50 മെഗാപിക്സൽ f1.8 ആപ്സ് വരുന്ന സോണി IMX882 ആണ് വരുന്നത്. OIS സെൻസർ ആണ് വരുന്നത്. 4K 60 FPS ആണ് മാക്സിമം. പിന്നെ 8 മെഗാപിക്സൽ f2.2 അൾട്രാ വൈഡ് 1080p 30 FPS. പിന്നെ സെൽഫി ആയിട്ടിൽ 32 മെഗാപിക്സൽ f2.5 സെൽഫി ക്യാമറ 4K 60 FPS. അതേസമയം റിയൽമി P3 അൾട്രയിലാണെങ്കിൽ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് പുറകിൽ വരുന്നത്. നമുക്കിവിടെ 50 മെഗാപിക്സൽ f1.8 ആപ്സ് വരുന്ന സോണി IMX896 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60. പിന്നെ 8 മെഗാപിക്സൽ f2.2 അൾട്രാ വൈഡ് വരുന്നുണ്ട് 1080p 30. പിന്നെ നമുക്ക് സെൽഫി ആയിട്ടിൽ 16 മെഗാപിക്സൽ f2.4 സെൽഫി ക്യാമറ വരുന്നുണ്ട് 1080p 30. സോ പ്രൈമറി സെൻസറിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമിയുടെ തന്നെയാണ്. കാരണം ലാർജർ സെൻസറാണ്. 1/1.54 ഇഞ്ച് സെൻസർ എങ്ങാണ്ടാണ് ഇത് വരുന്നത്. സോ ലാർജർ സെൻസറാണ്. അതേസമയം
ഐക്യൂലാണെങ്കിൽ 1/1.96 ഇഞ്ച് സെൻസറാണ്, ഇച്ചിരി ചെറിയ സെൻസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നൈറ്റ് ഷോട്ട്സിലൊക്കെ ശരിക്കും അറിയാൻ പറ്റും. ഇച്ചിരി ഡൾ അല്ലെങ്കിൽ ഇച്ചിരി നോയ്സി ഇമേജസ് ആണ് നമുക്ക് ഐക്യൂല് വരുന്നത്. അതേസമയം ബെറ്റർ ആയിട്ട് എത്തുന്ന ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും P3 അൾട്രയിൽ കിട്ടും, കാരണം ലാദർ സെൻസർ ആയതുകൊണ്ട് തന്നെ. പിന്നെ സെൽഫിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഐക്യു തന്നെയാണ്, കാരണം ലാദർ സെൻസർ ആണ്. പിന്നെ അതുമല്ല മെഗാ പിക്സൽ കൗണ്ട് കൂടുതൽ തന്നെയാണ്. സോ സെൽഫി വേണ്ടവർക്ക് ഐക്യൂലോട്ട് പോകാം. പക്ഷെ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ ക്യാമറ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റിയൽമി തന്നെയാണ്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10R 6400 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% ഒരു 55 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. പിന്നെ ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റിയൽമിയിലാണെങ്കിൽ റിയൽമി P3 അൾട്രയിലാണെങ്കിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്, 80 വാട്ട് ചാർജർ വരുന്നുണ്ട്, ബോക്സിൽ കിട്ടും. പിന്നെ 0 to 100% നമുക്കൊരു 45-50 മിനിറ്റ് ഉണ്ടാവും, കാരണം 400 mAh കുറവല്ലേ. പിന്നെ അതിൽ നമുക്ക് ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈപാസ് ചാർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗെയിം കളിക്കാം. നേരെ ബാറ്ററിയിലായിരിക്കില്ല പവർ വരുന്നത്, നേരെ നമുക്ക് ബോഡി ടു പവർ കിട്ടും. അതുകൊണ്ട് തന്നെ ബാറ്ററി അങ്ങനെ ഹീറ്റ് ആവത്തില്ല. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10R 10 5G ബാൻഡ് ആണ് വരുന്നത്. Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്, USB Type-C 2.0. റിയൽമി P3 അൾട്രയിലാണെങ്കിൽ 15 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 6, ബ്ലൂടൂത്ത് 5.4, USB Type-C 2.0. കണക്ടിവിറ്റി സ്ലൈറ്റ്ലി ബെറ്റർ, 5G ബാൻഡ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ നിൽക്കുന്നത് നമുക്ക് റിയൽമി P3 അൾട്ര ആണ്. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ സിമിലർ ഒക്കെ തന്നെയാണ്. നെക്സ്റ്റ് മെയിൻ കാര്യമാണ് പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ. നമുക്ക് ഐക്യൂവിന്റെ പ്രൈസ് എന്തായാലും അറിയാം. നമുക്ക് ഐക്യു നിയോ 10R 8GB 128 27,000 രൂപയും, 8GB 256 29,000 രൂപയും, 12GB 256 31,000 രൂപയാണ് വരുന്നത്. റിയൽമിയിലാണെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ് പറയുന്നത്. 8GB 128, 8GB 256, 12GB 256 ഈ 3 വേരിയന്റ് ആണ് ഇതിലും വരുന്നത്. നമ്മൾ എസ്റ്റിമേറ്റഡ് പറയുന്ന ഒരു 27,000 തൊട്ട് 30-32 ആ റേഞ്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഐക്യു ഉള്ളതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി ഹയർ പ്രൈസിൽ വിൽക്കാൻ സാധ്യത കുറവാണ് റിയൽമി. സോ അതേ പ്രൈസ് റേഞ്ച് വരാനാണ് സാധ്യത കൂടുതൽ. സോ ആ പ്രൈസ് റേഞ്ച് ചെയ്തെടുക്കണമെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യുവിന്റെ കാര്യത്തിൽ ഐക്യുവിൽ എന്തൊക്കെ ബെറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ 144 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, 8S Gen 3 വരുന്നുണ്ട്, UFS 4.1 സ്റ്റോറേജ് വരുന്നുണ്ട്, ലാർജർ ബാറ്ററി വരുന്നുണ്ട്, കാരണം 6400 mAh ബാറ്ററിയാണ്. അതേസമയം റിയൽമിയിലാണ് നമുക്ക് IP69 റേറ്റിംഗ് വരുന്നുണ്ട്, സോ ഇത്തിരി ഡ്യൂറബിൾ ആണ്. ബെറ്റർ ക്യാമറാസ് വരുന്നുണ്ട് ഓവറോൾ, പിന്നെ 15 5G ബാൻഡ് വരുന്നുണ്ട്. നിങ്ങളൊരു പ്യുവർ ഗെയിമർ ആണെങ്കിൽ ബെറ്റർ ഗോ ഫോർ ഐക്യു നിയോ 10R. അതേസമയം ഒരു ഓവറോൾ ക്യാമറ ഉള്ളൊരു സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്ക് പറ്റിയ ഫോണാണ് റിയൽമി P3 അൾട്ര. കാരണം ആ പ്രൈമറി സെൻസർ അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്, നല്ല ലാർജർ സെൻസറാണ്. പിന്നെ പെർഫോമൻസ് അത്യാവശ്യം ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററിയും വരുന്നുണ്ട്, കാരണം 6000 mAh അത്ര കുറവൊന്നുമല്ല. സോ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ക്യാമറ പെർഫോമൻസ് എല്ലാം കൂടി വേണ്ടവർക്ക് റിയൽമി P3 അൾട്രയിലോട്ട് പോവാം. പ്യുവർ ഗെയിമിംഗ് വേണ്ടവർക്ക് ഐക്യു നിയോ 10R പോവാം. ഇതാണ് എന്റെ കൺക്ലൂഷൻ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.